അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപഴച്ചവരുടെയും മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കരുത്. അൽഹംദുലില്ലാഹ്. സുന്ദരിയായിട്ടുള്ള മക്കാദേശമേ, ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാന്തുലങ്ങളിൽ സുഖിക്കുന്നല്ലയോ മക്കാദേശമേ. നിനക്കായിക്കൊണ്ട് പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തിക്കാണിച്ചൊരുവനാണ് ഉമർ ബിൻ അൽ ഖത്താബ്, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. അരീത്യുയൂൻ തൻ്റെ സൈന്യത്തെ അജ്നാദൈൻ എന്ന സ്ഥലത്തേക്ക്, അജ്നാദൈനിലേക്ക് നയിച്ചു. ബൈസാൻഡിയൻ പട്ടാളക്കാർ, അവരുടെ സൈന്യം എല്ലാവരും ചേർന്നിട്ട് അവിടേക്ക് നീങ്ങുന്നത്, അതിന് തടയാൻ വേണ്ടിയിട്ട് അമ്ർ അൽക്കമത് ബിൻ ഹക്കീമിനെ ബൈത്തുൽ മുഖദ്ദിസിലേക്കും അബു അയ്യൂബൻ അൻസ്വാരിയെ റമല്ലയിലേക്കും നിയോഗിച്ചു. അതുകൊണ്ട് അവിടെയുള്ള ശത്രു സംരക്ഷണ സേനകൾ, അവർക്ക് അജ്നാദൈനിലേക്ക് എല്ലാവർക്കും കൂടി പോകാൻ കഴിഞ്ഞില്ല. അംർ ഇബ്നുൽ ആസ് ഈ വിവരങ്ങളെല്ലാം അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ ഖലീഫ ഉമറിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതിനനുസരിച്ച് ഹദ്രത്ത് ഉമർ, ഖലീഫ ഉമർ സഹായ സൈന്യങ്ങളെ സ്വരൂപിച്ച് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അമ്രാകട്ടെ അവരെയൊക്കെ വേണ്ടുന്ന വിധത്തിൽ വിഭജിച്ച് കുറേ ആൾക്കാരെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് അയച്ചു, മറ്റു കുറേ ആൾക്കാരെ റമല്ലയിലേക്ക് അയച്ചു. പിന്നെ അധികം താമസിച്ചില്ല, ഒരു കൂട്ടം സൈനികരോടൊത്ത് അദ്ദേഹം അജ്നാദൈനിലേക്ക് പോവുകയും ചെയ്തു. അവിടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അരീത്യുവീനും സൈന്യവുമായിരുന്നു. ശത്രു എവിടെയാണ് ഉള്ളത്, അതാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടൊരു കാര്യമല്ല. ശത്രുക്കൾ വെളിച്ചത്ത് വരുന്നില്ല, അവരെല്ലാം തന്നെ കോട്ടയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. ചിലർ വലിയ വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഒളിച്ചിരിക്കുകയാണ്. ചിലർ പ്രകൃതിദത്തമായിട്ടുള്ള ഗുഹകൾ, മലഞ്ചെരിവുകൾ, അവിടെ ഒളിച്ചിരിക്കുകയാണ്. ശത്രുവിനെ കാണാതെ എങ്ങനെ യുദ്ധം ചെയ്യുക, ശത്രുവിനെ കാണാതെ ശത്രുവിനെ എങ്ങനെ കീഴ്പ്പെടുത്തുക, ശത്രു ആരാണെന്നറിയാതെ, ശത്രു എവിടെയാണെന്നറിയാതെ എങ്ങനെയാണ് യുദ്ധത്തിൽ വിജയിക്കാനാകുക? നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി. അദ്ദേഹം പല പരിപാടികൾ ആവിഷ്കരിച്ചു നോക്കി. അവസാനം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വന്ന ഒരു തന്ത്രം, ഇനി അത് തന്നെ പ്രയോഗിക്കുക. സന്ധി സംഭാഷണത്തിനാണ് ഞാൻ വന്നത്. സന്ധി സംഭാഷണത്തിന് വന്നൊരു ദൂതൻ ആ ഒരു ദൂതൻ്റെ ഭാഗം അഭിനയിക്കാൻ തീരുമാനിച്ചു. വളരെ അപകടം നിറഞ്ഞൊരു സംഭവമാണ്, വളരെ അപകടം നിറഞ്ഞൊരു തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിക്കാൻ പോകുന്നത്. ശത്രുക്കൾ അവരേതെങ്കിലും കാരണവശാൽ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അമ്രിൻ്റെ കഥ കഴിഞ്ഞു. അത്രയും അപകടം പിടിച്ചൊരു കാര്യം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ അനുഭവ സമ്പത്തുള്ള ഒരാളാണെങ്കിൽ പോലും പലപ്പോഴും കൈവിട്ട കളികൾ കളിക്കേണ്ടി വരും. യുദ്ധമാണല്ലോ അത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണിത്. ഏതായാലും സാഹസമാണ് കാണിച്ചത്. സിംഹത്തിൻ്റെ വായിലുള്ള
അന്നത്തിൻ്റെ പകുതി അല്ലെങ്കിൽ അന്നത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊത്തിത്തിന്നുന്ന ഒരു പക്ഷിയെ പോലെ വളരെ അപകടകരമായിട്ടുള്ള സാഹസം നിറഞ്ഞ സംരംഭം. അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ ഏർപ്പെട്ടിട്ടുള്ളത്? ധീരനാണ്, ധീര മുജാഹിദായിട്ടുള്ള ആളാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു? അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. അവിടെ പാറക്കല്ലുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ കുന്നുണ്ട്, ഒരു ഉയർന്ന പ്രദേശം, ഒരു കൊച്ചു കുന്ന്. അതിൻ്റെ ചെരുവിലായിട്ട് നിൽക്കുന്നൊരു കരിങ്കല്ല്. അദ്ദേഹം അതിൻ്റെ മേലെ കയറി നിന്നു. അവിടെ ചുറ്റും ആരുമില്ല, ശൂന്യമാണ് ആ സ്ഥലം. ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ശൂന്യത. അങ്ങനെ ചുറ്റും വീക്ഷിച്ചു, ആരും തന്നെ അവിടെ ഇല്ല. ആരും തന്നെ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിന് സമാധാനമായി. ഏതായാലും ശത്രുക്കളുടെ ദൃഷ്ടിയിൽ നിന്ന് തൽക്കാലത്തെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് അങ്ങനെ അകലെയുള്ള കുന്നിൻ മുകളിലേക്ക്, മറ്റൊരു കുന്നിൻ്റെ മുകളിലേക്ക് നോക്കി. അവിടെ ഉയർന്നു നിൽക്കുകയാണ് ഒരു കൊട്ടാരം, ഗംഭീരമായിട്ടൊരു കോട്ട. അതിൻ്റെ ചുറ്റും കാവൽക്കാരുണ്ട്, ഒക്കെയും ആയുധധാരികളാണ്. കോട്ടയ്ക്ക് അകത്ത് നിന്ന് വലിയ രീതിയിലുള്ള വെല്ലുവിളികളും ശബ്ദങ്ങളും കേൾക്കാം. അവർ സൈന്യത്തെ സന്നാഹപ്പെടുത്തുകയാണ്. അതിൻ്റെ ആരവങ്ങളാണ്, പോർവിളികളുണ്ട്, അട്ടഹാസങ്ങളുണ്ട്, വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദമുണ്ട്. അവിടേക്കാണ് ഞാൻ ചെല്ലേണ്ടത്. അതാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. അബ്നുൽ ആസ് ചിന്തിച്ചു. അമ്രിങ്ങനെ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും കോട്ടയ്ക്കുള്ളിലെത്തണം, എന്നിട്ട് ശത്രു സൈന്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞ് അവിടെ രക്ഷപ്പെടണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് വേണം പറയാൻ. അത്രയും അപകടകരമായിട്ട് കാര്യത്തിൽ ഏർപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലകളാണത്. അവിടെ ചെല്ലുക, ശത്രുവിൻ്റെ കൂട്ടത്തിൽ ചെല്ലുക, ശത്രുവിൻ്റെ രഹസ്യങ്ങൾ അറിയുക, പുറത്തേക്ക് വരിക. എന്നാൽ അജ്നാതൈനിലെ അരിത്വിയനും സംഘവും ഇങ്ങനെ കണ്ട എന്താ ഉണ്ടാകുക? അങ്ങനെ സംസാരിക്കാൻ വിടില്ല, ഉടനെ തന്നെ തലയെടുക്കും. പിന്നെ സംസാരിക്കാൻ കഴിയില്ലല്ലോ. അതാണ് ചെയ്യുക, അതല്ലേ ചെയ്യുക. അപ്പോൾ പിന്നെ തൻ്റെ ചുമതലയായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോഴേക്കും അത് തന്നെ സംഭവിക്കുക, ജീവൻ നഷ്ടപ്പെടും. പോട്ടെ, ജീവൻ നഷ്ടപ്പെടുന്നൊരു പ്രശ്നമല്ലെന്ന് വെച്ചു. ഏതായാലും ഒരിക്കൽ മരിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം. അത് വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, അത് ഒരു സാഹസം കാണിച്ചിട്ടാണെങ്കിലും വിഷമമുള്ള കാര്യമല്ല. ഒരു ജീവിതം കൊണ്ട് അനേകായിരങ്ങൾ നല്ല ജീവിതം കണ്ടെത്തുമെങ്കിൽ ഈ ജീവൻ പോകട്ടെ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്. ഏതായാലും പോയ കാര്യങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സങ്കടമായിരിക്കും. നല്ല ജീവനും പോകും. തൻ്റെ സൈന്യത്തിൽ താനവിടെ ചെയ്തു കൂട്ടേണ്ടുന്ന കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയാതെ പോകും. അത് സൈന്യത്തിന് നഷ്ടമാകും. എന്ത് വേണമെന്നറിയില്ല. അവസാനം തീരുമാനമെടുത്ത് പോകുക തന്നെ. പല രൂപത്തിലും അദ്ദേഹം ചിന്തിച്ചു. അവിടെ പോയി താനെങ്ങാനും ഒരു കാര്യവുമില്ലാതെ, ഒരു കാര്യവും നേടാതെ വധിക്കപ്പെട്ടു എന്നിരിക്കട്ടെ. അപ്പോൾ പിന്നെ തൻ്റെ കർത്തവ്യം പിന്നെ ആരാ നിർവഹിക്കുക? പിന്നെ തൻ്റെ സൈന്യത്തിൽ തൻ്റെ അഭാവം കൊണ്ട് വരുന്ന വീഴ്ചകൾ അത് നിവർത്തിക്കാൻ ആർക്കാ കഴിയുക? അദ്ദേഹത്തിൻ്റെ മനസ്സ് വലിയ രീതിയിൽ അസ്വസ്ഥമായി. അദ്ദേഹത്തിൻ്റെ ബുദ്ധി മുട്ടി. കുറേ നേരം ഇരുന്ന് ചിന്തിച്ചു. വിശ്രമിച്ചപ്പോൾ മനസ്സിനൊരു സുഖം തോന്നി, ബുദ്ധിക്കും ഒരു കുളിർമ തോന്നി. ശരി, അദ്ദേഹം ആ വിശ്രമമൊക്കെ അവസാനിപ്പിച്ച് യാത്ര തുടർന്നു. ഒളിഞ്ഞും മറഞ്ഞും പാത്തും പതുങ്ങിയൊക്കെ ആ കോട്ടയെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ നടന്നു നീങ്ങി. രണ്ടും കൽപ്പിച്ച് ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് ഒന്നൊരു കാര്യം നേടും, അതുകൂടി അല്ലെങ്കിൽ ഇവിടത്തോടു കൂടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ മനസ്സിന് യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യവുമില്ല. ഉറപ്പിച്ചു കഴിഞ്ഞു, തീരുമാനം എടുത്തു കഴിഞ്ഞു.
അതിൽ കോട്ടയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേയും കോട്ടവാതിൽക്കലെത്തി. മുന്നിൽ 6.5 അടി ഉയരമുള്ള ആജാനുബാഹുവായിട്ടൊരു പാറാവുകാരൻ, കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ട്. ആ നോട്ടം കാണുമ്പോൾ തന്നെ ആൾ ദഹിച്ചു പോകും. അമ്രന് അതൊന്നൊരു പ്രശ്നമായില്ല. നേരെ മുന്നോട്ട് നീങ്ങി. കയ്യിൽ ഒരു കടലാസ്, അങ്ങനെ എന്തോ എഴുതിയിട്ട് കടലാസ് കയ്യിൽ വെച്ചിരുന്നു. ആ കടലാസ് കാവൽക്കാരനെ കാണിച്ചു. അകത്തേക്ക് കടന്നു. അവിടെ ചുറ്റും അവർ വീക്ഷിച്ചു, അവിടുത്തെ കാര്യങ്ങൾ വീക്ഷിച്ചു. ആ കോട്ട കാവൽക്കാരൻ കോട്ടയുടെ നേതാവിനെ, അതിൻ്റെ സൈന്യാധിപനെ, സർവ്വസൈന്യാധിപനെ എവിടെയാണെന്നറിഞ്ഞ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. സൈനിക മേധാവിയെ കണ്ടു, കൂടിയാലോചിച്ചു, പരസ്പരം അഭിപ്രായങ്ങൾ കൈമാറി. ഇതിൻ്റെ ഇടയിൽ അമ്ര ശത്രുക്കളുടെ മനോഗതം, അവരുടെ മനസ്സിലിരിപ്പൊക്കെ കൃത്യമായിട്ട് അളന്നെടുത്തു. ഒളി സങ്കേതങ്ങൾ അത് കണ്ടുപിടിച്ചു. കോട്ടയ്ക്കകത്തെ സംവിധാനങ്ങൾ എത്ര പേരുണ്ട്, എങ്ങനെയാണ് അവിടുത്തെ രീതികൾ, ആയുധങ്ങളുടെ രീതി എങ്ങനെയാണ്, ആഹാരത്തിൻ്റെ രീതി എങ്ങനെയാണ്, ധാന്യങ്ങൾ എത്രയുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് കിട്ടിയ സമയം കൊണ്ട് അദ്ദേഹം പഠിച്ചറിഞ്ഞു. ഈ വന്നയാൾ അമ്രാണോ എന്നൊരു സംശയം ഉണ്ടാവാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്ര യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോരാൻ ഉള്ള സമയമായപ്പോൾ അങ്ങനെ ഏതാനും സമ്മാനങ്ങൾ നൽകണമെന്ന് സൈനികരോട് കൽപ്പിച്ചു. കൂട്ടത്തിൽ സമ്മാനങ്ങൾ നൽകണമെന്ന് ഉറക്കെ കൽപ്പിക്കുകയും കൂട്ടത്തിൽ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു, തലവെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അത് ആംഗ്യ ഭാഷയിലാണ് പറഞ്ഞത്. അമറിന് കാര്യം മനസ്സിലായി. ഇത് രക്ഷപ്പെടണമല്ലോ, വന്നവിടെ ചെന്ന് എത്തിപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയോണ്ട് കാര്യമില്ല, ജീവനോടുകൂടി രക്ഷപ്പെടണമല്ലോ, എന്നാൽ മാത്രമല്ലേ അതിന് ഫലമുണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക, അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അവസാനം ഒരു വഴി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. സമ്മാനമൊക്കെ സ്വീകരിച്ചു. അതിനുശേഷം വാതിൽക്കിലേക്ക് പോകുന്നതിന് പകരം വീണ്ടും സൈന്യാധിപൻ്റെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ 10 പേരെ ഉപദേശകരായിട്ട് ഖലീഫ ഉമർ നിയോഗിച്ചതാണ്. ഞങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് സേനാനായകർ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങ് പറഞ്ഞതൊക്കെ അരിത്യുവ്യൻ അങ്ങ് പറഞ്ഞതെല്ലാം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനി എൻ്റെ കൂട്ടുകാരായിട്ടുള്ള 9 പേർക്ക് അവർക്ക് കൂടി ബോധ്യമായാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഇനി അവർക്കിത് ബോധ്യമായില്ലെങ്കിൽ, താങ്കൾ പറഞ്ഞത് എനിക്ക് ബോധ്യമായി, ഞാൻ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അവർക്ക് ബോധ്യമായില്ലെങ്കിൽ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകും. ഞാൻ അവരെയും കൂട്ടിയിട്ട് വരാം, ആ 9 ആളെയും കൂട്ടിയിട്ട് വരാം. സൈന്യാധിപന് വലിയ സന്തോഷമായി. കാരണം ഇപ്പോൾ ഒരാളുടെ തലയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ, അവരുടെ നേതാക്കന്മാർ 9 പേരും കൂടി വന്നാൽ 10 പേരുടെ തല ഒറ്റ വാള് വീശലോട്ട് എടുക്കാൻ പറ്റുമല്ലോ. എല്ലാവരും ഒരുമിച്ച് തന്നെ പണി കഴിച്ചു കൊടുക്കാമല്ലോ. ഈ കോട്ടയ്ക്ക് അകത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ മുസ്ലിം സൈന്യത്തിൻ്റെ നായകന്മാർ അവരെല്ലാവരും ഇങ്ങോട്ട് വരികയാണ്. വാൾമുനയ്ക്കകത്ത് കഴുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അയാൾ വലിയ സന്തോഷമായി. അയാളുടെ ബുദ്ധിയെക്കുറിച്ച് ആലോചിച്ചിട്ട് അയാൾക്ക് സന്തോഷമായി. അംർ ഇബ്നുൽ ആസിനെ വധിക്കാൻ പട്ടാളക്കാരന് നിർദ്ദേശം നൽകിയിരുന്നല്ലോ, അത് വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കോട്ടയ്ക്കകത്ത് നിന്ന് ഒരു സന്തോഷത്തോടുകൂടി ഒരു വിജയിയായിട്ടുള്ള ആളുടെ പോലെ പുറത്തേക്ക് വന്നു. പിന്നീടാണ് അമ്രിൻ്റെ തന്ത്രം അരിത്യുവ്യന് മനസ്സിലായത്. തനിക്ക് അമളി പറ്റിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.
അത് ഓർത്തുകൊണ്ട് യുദ്ധസമയത്ത് ഒരമളി പറ്റിക്കഴിഞ്ഞാൽ ആയിരങ്ങളുടെ ജീവൻ പോകും. അതുകൊണ്ട് അവിടെ അമളി പറ്റാൻ പാടില്ല. ഇവിടെ തനിക്ക് അമളി പറ്റിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, റോമൻ സൈന്യാധിപന് മനസ്സിലായി. ഈ സംഭവം അറിഞ്ഞ സമയത്ത് ഖലീഫ ഉമർ വലിയ രീതിയിൽ സന്തോഷിച്ചു. അമ്രിനോട് പറഞ്ഞു, നിങ്ങൾ മിടുക്കനാണ്, സാഹസമാണ് കാണിച്ചതെങ്കിലും അള്ളാഹു നമ്മളെ രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അമ്രിനെ വലിയ രീതിയിൽ അഭിനന്ദിച്ചു. അൽഹംദുലില്ലാഹ്.